ഹലോ നമസ്കാരം. ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ആരംഭിക്കണം എന്ന് പല ആൾക്കാർക്കും ആഗ്രഹമുണ്ടാവും. അപ്പോൾ അതുപോലുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനും ഈ ഒരു സംഭവം തുടങ്ങിയത്. അപ്പോൾ പലപ്പോഴും മുന്നേ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ പല എന്താ പറയണ്ടത്, ഇൻസെക്യൂരിറ്റീസാണ്. നമ്മളെ ഫേസ് കാണിക്കുന്നതിനെ പറ്റിയിട്ടുള്ളൊരു പ്രശ്നം. പിന്നെ അതേപോലെ തന്നെ വരുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആൾക്കാർ എന്ത് ചിന്തിക്കും എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കാരണം വീഡിയോസൊന്നും ചെയ്യണ്ട എന്നുള്ളൊരു രീതിയിലേക്കാണ് മനസ്സ് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോൻ്റെ അകത്ത് എന്ത് കണ്ടന്റ് പറയും, അതും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ നമുക്കറിയണം എന്നാ നമുക്ക് പറയാൻ പറ്റുക, എന്ത് പറഞ്ഞു കഴിഞ്ഞാലാണ് പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും നമുക്ക് എന്തിനെങ്കിലും പറ്റി പറയാൻ പറ്റണം. ഓക്കെ, ആ ഒരു കാര്യത്തിൻ്റെ അവസാനത്തിൽ, അതായത് കണ്ടന്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സ്പോയിലർ ടോക്ക് പോലെ. അതായത് നമ്മൾ കാണുന്ന മലയാള സിനിമകളിൽ OTT ഇറങ്ങുന്ന മലയാള സിനിമകൾ. അപ്പോൾ OTT ഇറങ്ങുന്ന മലയാള സിനിമകളെ പറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് സംസാരിക്കുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഒരു സിനിമ കണ്ടു, പല്ലൊട്ടി എന്നാണ് ആ സിനിമേൻ്റെ പേര്. അപ്പോൾ 2024 എന്ന് പറയുന്ന വർഷം കംപ്ലീറ്റ് മലയാളത്തിൽ വളരെ നല്ലൊരു സിനിമകൾ വന്ന ഒരു വർഷമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ വർഷം ഇറങ്ങിയ സിനിമകൾക്കെല്ലാം ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തരത്തിൽ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതായത് ഒരു കഥ വെച്ചിട്ടാണെങ്കിലും മേക്കിംഗ് വെച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് മാർക്കോ, അത് നമ്മൾ ഇതുവരെ പരീക്ഷിക്കാത്തൊരു ജോണറാണ്. ആ ഒരു ജോണറിലും നല്ലൊരു സിനിമ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഈ ഒരു കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരീക്ഷണത്തിൻ്റെ വർഷം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പല സിനിമകളും, ആട്ടം പോലത്തെ സിനിമകൾ നല്ല സിനിമയാണ്. അത് ടാക്കീസിൽ ഓടിയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതേ ഒരു അവസ്ഥയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു പടമാണ് ഈ പല്ലൊട്ടി. കാരണം പല്ലൊട്ടി എന്ന് പറയുന്ന സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിലവാരമില്ല, ഈ വർഷത്തെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാണ് ആ പടം പല്ലൊട്ടി. അത് എത്ര ആൾക്കാർ അങ്ങനെ അതിനെ എടുക്കും എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. കാരണം ഈ സിനിമ ടാക്കീസിന് എനിക്ക് മിസ്സായ സിനിമയാണ്. ഞാൻ കുറച്ചൊക്കെ സിനിമ ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ ഞാൻ കണ്ടു. ഞാൻ പോയിട്ട് സിനിമകൾ കാണാൻ കാരണങ്ങൾ രണ്ടെണ്ണമാണ്. അപ്പോൾ ഒരുപാട് കാരണങ്ങളൊന്നുമില്ല. അതായത് ഞാനൊരു സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ആ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ 100 രൂപയാണ്, 120 രൂപയാണ്, പിന്നെ 150 രൂപയാണ്. അപ്പോൾ പല റേറ്റിലുണ്ടല്ലോ. അപ്പോൾ 150 രൂപയാവുന്ന ഏറ്റവും പിന്നെ ഇപ്പം എല്ലാം അടിക്കും. അപ്പോൾ ഒരു 150-160 റുപ്യ കൊടുത്തിട്ട് നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ ഒരു സിനിമ അത്യാവശ്യമെങ്കിലും തരക്കേടില്ല എന്നുള്ള ഒരു തോട്ടിലായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ നമ്മുടെ പൈസ പോകാൻ പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും റിവ്യൂവേഴ്സിനെ ആശ്രയിക്കുന്നുണ്ട്. നല്ല റിവ്യൂ ആണോ? കാരണം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ജെനുവിൻ റിവ്യൂ തരുന്ന കുറച്ച് മലയാളം ചാനലുകളുണ്ട്. അവരെടുക്കുന്ന നമ്മൾ ഒന്ന് നോക്കും പടം എങ്ങനെയുണ്ട് എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അവർ നല്ലത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്കൊരു പരീക്ഷിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പോയിട്ട് സിനിമകൾ കാണും. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഭൂരിഭാഗം സിനിമകളും ഇഷ്ടപ്പെടാതിരുന്നിട്ടൊന്നുമില്ല. ചില സിനിമകളൊക്കെ ഇഷ്ടപ്പെടാതെ നിന്നിട്ടുണ്ട്. അത് അങ്ങനെ പറയണമെന്നില്ല, ഇപ്പം ഞാൻ പറയുന്നില്ല. അപ്പോൾ ചില സിനിമകൾ ഇവർ പറഞ്ഞതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളുണ്ട്. ചില സിനിമകൾ പിന്നെ ഇവർ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് വർക്കാവും എന്നുള്ള പോലത്തെ ഒരു തോന്നൽ ജനിപ്പിക്കുന്ന സിനിമയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പം പറയുന്നത് വെച്ചാൽ ഗിരീഷ് ഏടീൻ്റെ സിനിമകൾ. എനിക്ക് ഗിരീഷ് ഏടീനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ മനുഷ്യൻ എഴുതി സംവിധാനം ചെയ്ത എല്ലാ സിനിമകളും ഞാൻ ടാക്കീസ് പോയി കണ്ടിട്ടുണ്ട്. തണ്ണീർമത്തനായാലും സൂപ്പർ ശരണി ആയാലും പ്രേമലു ആയാലും. മറ്റേ ഒരു പടമുണ്ട്, ഈ അടുത്തുണ്ടായ സംഭവിച്ച സിനിമ കാതലൻ പോയിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാരണം സാധിച്ചില്ല അല്ല, എന്തോ വേണ്ട എന്നുള്ളൊരു തോന്നൽ വന്നു. അത് കാണണ്ട എന്താണെന്നറിയില്ല, അങ്ങനെ കാണണ്ടെന്ന് തോന്നി, അതുകൊണ്ട് കണ്ടില്ല.
അപ്പോൾ ചിന്തിച്ചതുപോലെ തന്നെ അത് നന്നായി പെർഫോം ചെയ്തിട്ടില്ല. പക്ഷെ സിനിമ എന്തുണ്ട് എന്ന് എനിക്കറിയില്ല. ഇനി OTT-ൽ വന്നിട്ടുണ്ടോയെന്നും അറിയില്ല. വരുമ്പോൾ അതിനെ പറ്റിയിട്ട് കാണണം. കാരണം എനിക്ക് ഗിരീഷ് ഏടിനെ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധായകന്മാരിൽ ഒരാളാണ് ഇപ്പോൾ മലയാളത്തിലുള്ളതിൽ. വളരെ ഇഷ്ടമാണ്. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പല്ലൊട്ടി എന്ന് പറയുന്നൊരു സിനിമക്കും ആട്ടം എന്ന് പറയുന്ന സിനിമക്കും അങ്ങനെയുള്ള കുറച്ച് നല്ല സിനിമക്കും ഏകദേശം ഒരേ ഗതിയാണുള്ളത്. അതായത് ഇത് OTT-ൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ പറയും വളരെ നല്ല സിനിമയാണ്, ഇത് ടാക്കീസിൽ മിസ്സായി. ജെനുവിൻലി ഇത് എനക്കും ടാക്കീസിൽ മിസ്സായി. കാരണം ഇങ്ങനൊരു സിനിമ വന്നത് നമുക്ക് അറിയാൻ പറ്റിയില്ല. ഒന്നാമത് പത്രം നോക്കാത്തതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. പത്രത്തിൽ ഇതിൻ്റെ പരസ്യം ഞാൻ പിന്നീട് ഒരിക്കൽ കണ്ടു. നമ്മുടെ ചാനൽ മറ്റേ റിവ്യൂവിൽ അത്യാവശ്യം നല്ല റിവ്യൂസ് എല്ലാം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും എന്തോ ഒരു ഫാക്ടർ ഈ പടം കാണണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചു. എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് വലിയ പിടിയില്ല. കാരണം റിവ്യൂ എല്ലാം അത്യാവശ്യം നല്ല റിവ്യൂ കിട്ടിയിട്ടുണ്ട് ഈ പല്ലൊട്ടി എന്ന് പറയുന്ന സിനിമക്ക്. കാണണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ എന്ത് സംഭവമാണ് എന്ന് വലിയ പിടിയില്ല. പിന്നെ ഇവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. ഈ പല്ലൊട്ടി എന്ന് പറയുന്ന സിനിമ നമ്മുടെ നാട്ടിൽ ഉള്ള ടാക്കീസുകളിൽ ഉണ്ടായിട്ടുണ്ടോ ഒന്നും അറിയില്ല. അങ്ങനെ ഒരു പോസ്റ്റർ കണ്ട പോലത്തെ ഒരു ഓർമ്മയൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കാണാൻ ഇപ്പം പോസ്റ്ററെല്ലാം പഴഞ്ചനാണ്. എന്താ പറയണ്ടേ, മറ്റേ സംഭവം എന്താ പറയണ്ടേ, നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്കൂടെയും പിന്നെ സോഷ്യൽ മീഡിയയിലേക്കൂടെയും കണ്ടു കഴിഞ്ഞാൽ ആൾ പോകുന്നില്ല. അതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷെ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബസ്സിലോ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ടൗണിലെല്ലാം പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടാവും. ഇത് കൊള്ളാമല്ലോ, പോസ്റ്റർ രസമുണ്ടല്ലോ, അന്നേരം നമ്മൾ സിനിമേനെ പറ്റി അന്വേഷിക്കും. അങ്ങനെ നമ്മൾ ചിലപ്പോൾ പോയി കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സിനിമേൻ്റെ പോസ്റ്ററോ അങ്ങനെയൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറേ ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമ അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു നല്ലൊരു സിനിമ. നമുക്ക് ടാക്കീസിൽ വിജയമായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിജയമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഉദ്ദേശിച്ച പോലെ നടന്നിട്ടില്ല എന്ന് അതിൻ്റെ പ്രൊഡ്യൂസറായി കൽബിൻ്റെ ഡയറക്ടർ പിന്നെ ഈ സിനിമേൻ്റെ പ്രൊഡ്യൂസർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനും മനസ്സിലാക്കിയത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഇത് ഇറങ്ങിയിട്ട് നമ്മളിത് അറിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഈ സിനിമേനെ പറ്റിയിട്ട് നമ്മൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ കാണുമ്പോൾ നമുക്കത് തന്നെ ഫീൽ ചെയ്യുന്നത്. കാരണം നല്ലൊരു സിനിമയാണ്. പക്ഷെ ഇത് ടാക്കീസിൽ പലർക്കും മിസ്സായിട്ടുണ്ട്. ഈ സിനിമ സ്പോയിലർ ടോക്കാണല്ലോ, നോക്കാം. അപ്പോൾ ഈ സിനിമ മെയിനായിട്ട് സംസാരിക്കുന്നതിനെ പറ്റിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമ പ്രധാനമായി സംസാരിക്കുന്നത് നല്ല സൗഹൃദങ്ങളെ പറ്റിയിട്ടാണ് ഈ സിനിമ സംസാരിക്കുന്നത്. വളരെ നല്ല സൗഹൃദങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമുള്ളിടയ്ക്കും പലതരത്തിൽ സൗഹൃദങ്ങളുണ്ടാവും. അത് നമ്മളുടെ എന്തെങ്കിലും കണ്ടിട്ട് വരുന്ന ഒരു സൗഹൃദം ഉണ്ടാവും. നമ്മളിന്നും കാണാതെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു കുട്ടിക്കാലത്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സൗഹൃദം അതും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള സൗഹൃദങ്ങൾ നമുക്ക് ജീവിതത്തിൽ പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകും. അതായത് നമ്മളെ എന്തെങ്കിലും കൈമിൽ എന്തെങ്കിലും കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മളെ കഴിവ് കണ്ടിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് നമ്മളെ കൂടി സൗഹൃദം ഉണ്ടാകും. ഇതൊന്നും പ്രതീക്ഷിക്കാണ്ട് ഇതൊന്നും കാണാൻ വളരെ ഓർഗാനിക്കായിട്ട് നമ്മളിലേക്ക് എത്തപ്പെട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് മാറിയിട്ടുള്ള കുട്ടിക്കാലത്തുള്ള പല സൗഹൃദങ്ങൾ, കുട്ടിക്കാലത്തല്ല എപ്പോൾ വേണമെങ്കിലും സൗഹൃദങ്ങളുണ്ടാകും. അങ്ങനെയുള്ള ഒരു സൗഹൃദത്തിനെ പറ്റി പറയുന്ന ഒരു സിനിമയാണ് ഈ സിനിമ. ഇതിൽ കണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത ആ കുട്ടീനെയും കണ്ണൻ്റെ സുഹൃത്തായിട്ടുള്ള കണ്ണൻ ചേട്ടൻ്റെ സുഹൃത്തായിട്ടുള്ള ആ കുട്ടീനെയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിനി. പിന്നെ രമേനെ ഇഷ്ടപ്പെട്ടിനി, പാത്തുവിനെ ഇഷ്ടപ്പെട്ടിനി, പിന്നെ മറ്റേ ആ ബബിൾക്കം എന്ന് പറയുന്ന എങ്ങായിനെ ഇഷ്ടപ്പെട്ടിനി. സത്യത്തിൽ ക്യാരക്ടേഴ്സൊക്കെ അടിപൊളിയാണ്. അതിൻ്റെ അകത്തെ നല്ല ക്യാരക്ടേഴ്സ് എല്ലാം കുട്ടികളാണ്. എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടിനി. പിന്നെ നമ്മളെ കഞ്ചാവ് സോമനും പിന്നെ നമ്മളെ കിങ് ലെയറിൻ്റെ അകത്ത് ദിലീപിൻ്റെ ചങ്ങായി ഓനുണ്ട്. പിന്നെ നമ്മളെ അറക്കലബുണ്ട്. പിന്നെ നമ്മളെ ഹരിശ്രീ അശോകൻ്റെ മോനുണ്ട്. അപ്പം എല്ലാവരും ഉണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയെല്ലാം ആൾക്കാരുണ്ട് സംഭവത്തിനകത്ത്. പക്ഷേ ഇതെവിടെ അറിയപ്പെട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത്രയും യൂത്തന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ സിനിമ അങ്ങനെ അറിയപ്പെട്ടില്ല. ഒന്നാമത് ഇതൊരു മസാല പോലെ ഇറക്കാൻ ഉദ്ദേശിച്ചില്ല. ഇത് അത്രയും ഓർഗാനിക് ആയിട്ടുണ്ട്. കാരണം
ഇതിൻ്റെ ഒരു സുഖമായിരിക്കും കിട്ടുകയെന്നറിയാം. ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിൻ്റെ സുഖം ശരിക്കും കിട്ടലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു 2000-ന് മുന്നേ ജനിച്ച ആൾക്കാർക്ക്, ഞാൻ 99 ജനിച്ച, അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു ഫീലെല്ലാം അറിയാൻ പറ്റുന്നത് 1990-ൻ്റെ ആദ്യത്തിലും പിന്നെ 95-നും ഇടയ്ക്കെല്ലാം ജനിച്ച ആൾക്കാരുണ്ട്. അവർക്ക് ഇതിൻ്റെ ഒരു ഫീൽ കിട്ടും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ 95 തൊട്ട് 2005 വരെ സ്കൂളിൽ പോയ ടീമായിരിക്കും, ഈ 1990-കളിൽ ജീവിച്ച ആൾക്കാർ. അപ്പോൾ ഈ 2005 വരെ ഈ മൊബൈലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നാട്ടിലെ ആ ജീവിതം എന്നെല്ലാം പറയുമ്പോൾ വളരെ അടിപൊളിയാണ്. ഈ മൊബൈലെല്ലാം വരുന്നതിന് മുന്നേ ഉള്ളൊരു ജീവിതമുണ്ട്, അത് നല്ല രസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു